Hi all, welcome back to our channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് ഇൻപുട്ട് വേരിയൻസിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു എന്ന് എന്തായാലും ഉറപ്പുവരുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു സെഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടോട്ടൽ ബഡ്ജറ്റഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫോർ എ കമ്പനി ഫോർ ദ മന്ത് വാസ് സെറ്റ് അറ്റ് $75,000 when 5,000 units were planned. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് 5,000 യൂണിറ്റ്സ് ആണ്. ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സ്റ്റേറ്റഡ് ഇൻ ടേംസ്. അപ്പോൾ താഴെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1.25 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് വേണ്ടത്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $12 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയാണ്? 1.25 × 12, ദാറ്റ് ഈസ് $15. ഓക്കെ, ദ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്, ആക്ച്വൽ ഫിഗേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ആക്ച്വൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 5,200 ആണ്. ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ് 6,600 ഹവേഴ്സ് ആണ്. ആൻഡ് ആക്ച്വൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് $77,220 ആണ്. ദ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഹവർ എത്രയാണ്? നമുക്കറിയാം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1.25 ഡയറക്റ്റ് ലേബർ സ്റ്റാൻഡേർഡ് ഹവർ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1.25 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് വേണ്ടത്. അങ്ങനെ ടോട്ടൽ ആക്ച്വലി എത്ര ഹവേഴ്സ് ആണ്, എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആക്ച്വലി യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 5,200 അല്ലേ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1.25 ഹവേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഇൻടു ആക്ച്വലി എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 5,200 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5,200 അപ്പോൾ എത്രയാണ്? 1.25 ഇൻടു 5,200, ദാറ്റ് ഈസ് 6,500 ഹവേഴ്സ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹവർ ഇൻടു ആക്ച്വൽ. സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് എത്രയാണ്? 6,500. ഇനി ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ്? ആക്ച്വൽ ഹവേഴ്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആക്ച്വൽ ഹവർ എന്ന് പറയുന്നത് 6,600 ആണ്. 6,600 ഹവേഴ്സ് ആണ്. ഓക്കെ, ഇനി എന്താ നോക്കിയേ? സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $12 ആണ് ആവുന്നത്. $12 അതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. 12 സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച റേറ്റ് എത്രയാണ്? $12 ആണ്. ഓക്കെ, ഇനി ഇത് നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. 6,500 അതായത് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ആയ 6,600 ഇൻറ്റു 12, അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് 12. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 6,500 മൈനസ് 6,600 ഇൻറ്റു 12, ദാറ്റ് ഈസ് മൈനസ് 1,200, ദാറ്റ് ഈസ് 1,200 അൺഫേവറബിൾ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് 6,500, അതായത് പ്ലാൻ ചെയ്തിരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത് 6,500 ഹവേഴ്സ് ആണെങ്കിൽ ടോട്ടൽ നമുക്കിപ്പോൾ എത്ര ഹവേഴ്സ് ആയിട്ടുണ്ട്? 6,600 ഹവേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അൺഫേവറബിൾ വേരിയൻസ് ആണ്. 1,200 അൺഫേവറബിൾ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ABC company's production budget for the year ended November 30 was based on 200,000 units. Each unit requires 2 standard hours of ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും each unit requires 2 standard direct labor hours, okay, for completion. Total overhead was budgeted at $900,000 for the year, and the fixed overhead rate was estimated to be $3 per unit. Both fixed and variable overhead are assigned to the product. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആവശ്യമുള്ളത് നോക്കാം. The standard hours allowed for actual production for the year ended November 30 ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുന്നത്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹവർ കണ്ടുപിടിക്കാനാണ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹവേഴ്സാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് ഇൻടു ആക്ച്വൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് ആവശ്യമുള്ളത് നോക്കി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയില്ലേ, ഈച്ച് യൂണിറ്റ് റിക്വയർസ് 2 സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഓഫ് ലേബർ. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് ആവശ്യമുള്ളത്. അങ്ങനെ എത്ര യൂണിറ്റ്സ് ആണ് ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ്
198,000 കണ്ടില്ലേ, 198,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 into 198,000, 2 into 198,000, that is 396,000 hours. 396,000 hours ആണ് നമുക്ക് ആക്ച്വലി ആവുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തത് 2 ഹവേഴ്സാണ്, 2 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ്. അങ്ങനെ 198 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 2 into 198,000, ദാറ്റ് ഈസ് 396,000 ഹവേഴ്സ്. 396,000 ഹവേഴ്സ്. സോ ഈ 2 എക്സ്പ്ലനേഷനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ചോദിക്കുക. എന്തായാലും നമ്മൾ ആ ഡൗട്ട്സ് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.